പത്തനംതിട്ടയിൽ പെരുംതുരുത്തിയിൽ കാർ വാഷിംഗ് സെന്ററിൽ തീപിടുത്തം. 3 കാറുകൾ കത്തിനശിച്ചുവെന്ന വാർത്ത വരുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രവീൺ പുരുഷോത്തമനുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ് പ്രവീൺ. എന്താണ് സംഭവിച്ചത്? ആർക്കും ആളപായം ഇല്ലെന്ന് തോന്നുന്നു. തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചോ? ഗുഡ് മോർണിംഗ് അരുൺ. പത്തനംതിട്ട തിരുവല്ലയിൽ പെരുന്തുരുത്തിയിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. ഇന്നലെ 12:30 ഈ തീപിടുത്തം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരം അറിയിച്ചു. 2 സ്ഥലങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. പൂർണ്ണമായും തീയണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ നാശനഷ്ടമാണ് ഈ കാർ വാഷിംഗ് സെന്ററിനോട് ചേർന്നുള്ള വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നത്. ഇത് ഒരു കാർ വാഷിംഗ് സെന്ററും ഒപ്പം തന്നെ ഒരു വർക്ക്ഷോപ്പുമാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഈ വർക്ക്ഷോപ്പിനുള്ളിൽ നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം 2 കാറുകളും 2 ജീപ്പും കത്തിനശിച്ചിട്ടുണ്ട്. ഇതിൽ 1 കാറും 1 ജീപ്പും പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. MC റോഡരികിലാണ് ഈ കാർ വാഷിംഗ് സെന്ററും ഒപ്പം തന്നെ ഈ വർക്ക്ഷോപ്പും പ്രവർത്തിച്ചിരുന്നത്. ഈ വാഷിംഗ് സെന്ററിലും വർക്ക്ഷോപ്പിലുമായി നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ഫയർഫോഴ്സ് യൂണിറ്റ് തിരുവല്ലയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ് എത്തിയത്. ഏകദേശം 1.5 മണിക്കൂർ നേരം തീയണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തി. അതിനുശേഷമാണ് പൂർണ്ണമായും തീയണയ്ക്കാൻ സാധിച്ചത്. 1 കാറ് പൂർണ്ണമായും കത്തിനശിച്ചു, 1 ജീപ്പും പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. അരുൺ, പ്രവീൺ, എങ്ങനെയാ അവിടെ പത്തനംതിട്ടയിൽ മഴയുടെ വല്ല സാന്നിധ്യമുണ്ടോ? അരുൺ, നമ്മളിപ്പോൾ ലൈവ് നിൽക്കാൻ നേരത്ത് മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. കുട പിടിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. പക്ഷേ മഴ പെയ്യാനൊരു സാധ്യതയുടെ ആകാശമാണ്. ചെറിയ തോതിൽ ഒരു പക്ഷേ മഴ പെയ്തേക്കാനുള്ള സാധ്യതയുണ്ട്. മഴ വന്ന് പനിയൊന്നും പിടിക്കേണ്ട. ആശുപത്രിയിലൊന്നും വേണ്ടത്ര കട്ടിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മഴക്കാലമാണ്. ഒരുപാട് പേര് ആശുപത്രി പനി പിടിച്ചൊക്കെ വരുന്നുണ്ട്. പ്രേക്ഷകരും കരുതിയിരിക്കുക. കുടയൊക്കെ പിടിച്ചിറങ്ങിയാൽ മതി കേട്ടോ പുറത്ത്.